Okay, good morning all of you. Appo namukkinne all of you take your textbook page number 33. അല്ലേ പേജ് നമ്പർ 33 ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എടുത്തോ എല്ലാവരും? 33. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ഒരു പാട്ടുണ്ട് അല്ലേ? നല്ല റൈം ഉണ്ട് ബട്ടർഫ്ലൈയുടെ. കണ്ടോ മക്കള്? ഓക്കെ. അപ്പൊ പൂമ്പാറ്റയെ എല്ലാവർക്കും ഇഷ്ടമാണോ? പൂമ്പാറ്റയെ ആണോ ജാനകി? മുഹമ്മദ് ഷെസിന് എന്തൊക്കെയുണ്ട്? ഓക്കെ ഹായ്. ഷെസിൻ നമ്മുടെ ന്യൂസ് സ്റ്റുഡന്റ് ആണല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് ഇന്നൊരു ബട്ടർഫ്ലൈയുടെ റൈംസ് ആണ് പഠിക്കാനുള്ളത് അല്ലേ? നമുക്ക് നോക്കാം. പഠിച്ചു കഴിഞ്ഞില്ലേ? എടുത്തോ എല്ലാവരും? എല്ലാ മക്കളും എടുത്തോ? പേജ് നമ്പർ 33. All of you take പേജ് നമ്പർ 33. ഓക്കെ. ഒരു ബട്ടർഫ്ലൈയുടെ റൈംസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പൂമ്പാറ്റയെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ആണോ? യെസ് ഓർ നോ? ഓക്കെ. അപ്പോ നമുക്ക് നോക്കാം അല്ലേ? അത് എന്താന്ന് നോക്കിയേ. പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. അല്ലേ? എന്താ പറഞ്ഞേ? പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. എങ്ങനെയാണ് പൂമ്പാറ്റ? പുള്ളി ഉടുപ്പിട്ടിട്ടുണ്ടെന്നാ പറഞ്ഞല്ലേ? ആ ഏതാ ഈ പുള്ളിയുടുപ്പ്? അതിന്റെ ചിറക് എങ്ങനെയാ? നല്ല കളർഫുൾ ആണല്ലേ? അതുകൊണ്ടാ പറഞ്ഞ തോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, തേടി 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 നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. അല്ലെ? എത്രയും ലൈൻസ് ഉള്ളൂ. ഒന്നുകൂടി പാടാം അല്ലെ നമുക്ക്? പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ. എല്ലാരും ഉറക്കെ പാടിയേ. പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ, എങ്ങോട്ടെന്നും പോണു നീ, പിന്നെയോ തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. എങ്ങോട്ടെന്നും പോണു തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാൾ ഞാൻ വന്നിടും. പുള്ളിയുടുപ്പിട്ട് നടക്കും പൂമ്പാറ്റേ, കാണാൻ
എവിടെ നിന്നു വരും നീ? എങ്ങോട്ടെന്നും പോണു നീ? തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ പൂപ്പാറ്റയെ പറ്റി? പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ? എങ്ങോട്ടെന്നും പോണു നീ? തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. പഠിച്ചോ എല്ലാവരും? ഓക്കെ, വൺസ് മോർ. ഒന്നുകൂടി പാടാം മക്കേ. പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ? എങ്ങോട്ടെന്നും പോണു നീ? തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. പഠിച്ചോ എല്ലാവരും? ആരൊക്കെ പഠിച്ചേ? ഒക്കെ പഠിച്ചോ? റെഡിയാണോ പാടാൻ? റിഷാൻ പാടോ? റിഷാൻ ഓക്കെ, എന്നാ ഒന്ന് പാടിയേ നോക്കട്ടെ. റിഷാൻ ഒന്ന് പാടിയേ മോനെ. അൺമ്യൂട്ട് ചെയ്തോ. പുള്ളിയുടുപ്പിട്ടോടി നടക്കും റിഷാൻ പോയോ? കുഞ്ഞിപ്പൂമ്പാറ്റേ, വരുന്നു നീ? എങ്ങോട്ടെന്നും പോണു നീ? തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? നിഷാൻ, ടേൺ ഓൺ യുവർ വീഡിയോ. നിഷാനെ. മർവാൻ. ഓക്കെ മർവാൻ, പഠിക്കോ. പുള്ളിയുടുപ്പിൽ പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ? എങ്ങോട്ടെന്നും പോണു നീ? തേടി തേടി നിന്നുടെ വീട്ടിൽ ഓക്കെ, വെരി ഗുഡ്. ഒരു നാളിൽ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? അഹമ്മദ് ഷെസിൻ പാടിയേ. പുള്ളിയുടുപ്പിട്ട് ഓടി നടക്കും കുഞ്ഞിപ്പൂമ്പാറ്റ, എവിടെ എങ്ങോട്ടെന്നും പോണു നീ? തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. പാടിയേ. തേടി തേടി നിങ്ങളുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? സയാൻ. ഓക്കെ, സയാൻ. പുള്ളി ഉടുപ്പിട്ടു കേറി നടക്കൂ കുഞ്ഞിപ്പൂമ്പാറ്റേ, എവിടെ നിന്നു വരുന്നു നീ? എങ്ങോട്ടെന്നും പോണു നീ? തേടി തേടി നിന്നുടെ വീട്ടിൽ
ഒരു നാളിൽ ഞാൻ വന്നിടും. ഞാൻ വന്നിടും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആ, പാടിക്കോ. ഹനിയപ്പ പാടിക്കോ. ഓടി നടക്കും കുഞ്ഞി പൂമ്പാറ്റ എവിടെ നിന്നും വരുന്നു നീ. എങ്ങോട്ടെന്നും പോണു നീ. എങ്ങോട്ടെന്നും പോന്നു നീ. തേടി തേടി നിങ്ങളെ വീട്ടിൽ ഒരു ദിവസം ഞാൻ വരും. ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, വെരി ഗുഡ് ഹനിയക്കുട്ടി. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ജാനകി. ജാനകി മനു പാടിയേ. നല്ല ഉഷാറില് പാടിയേ ജാനകി. പുള്ളി നടക്കും കുഞ്ഞു പൂവാട്ടെ എവിടെ നിന്നു വരുന്നു നീ. എങ്ങോട്ടെന്നും പോണു നീ. തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. പനിയാണോ? ഓ, ആണോ ജാനകി? വയ്യ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഗായത്രി പാടിയേ. ഗായത്രി. പുള്ളി ഉടുപ്പിട്ടോടി നടക്കും കുഞ്ഞി പൂമ്പാറ്റേ എവിടെ നിന്നു വരുന്നു നീ. എങ്ങോട്ടെന്നും പോണു നീ. തേടി തേടി നിന്നുടെ വീട്ടിൽ ഞാൻ ഒരു നാൾ വന്നിടും. ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മാനവ്. അടിയ മാനവേ. എവിടെ നിന്നു വരുന്നു നീ. എങ്ങോട്ടെന്നും മാനവ് പാടുന്നുണ്ടോ? നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹർഷാൽ. ഹർഷാലെ അൺമ്യൂട്ട് ചെയ്ത് പാടിയേ മോനെ. ഓടി നടക്കും കുഞ്ഞി പൂമ്പരുന്നു നീ. എങ്ങോട്ടെന്നും പോണു നീ. തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാൾ ഞാൻ വന്നിടും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ എം. പുള്ളിയുടുപ്പിട്ടോടി നടക്കും കുഞ്ഞി പൂമ്പാറ്റേ എവിടെ നിന്ന് വരുന്നു നീ. എങ്ങോട്ടെന്നും പോണു നീ. നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, നെക്സ്റ്റ് നിഹാൽ.
പുള്ളി ഉടുപ്പിട്ട് പറയണേ. ഓടി നടക്കുന്ന കുഞ്ഞിപ്പൂമ്പാറ്റെ പൂമ്പാറ്റേ എവിടെ എവിടെ നിന്നും നിന്നു വരുന്നു നീ എവിടെ നിന്നും വരുന്നു നീ എങ്ങോട്ടെന്നും പോണു നീ തേടി തേടി നിന്നുടെ വീട്ടിൽ ഒരു നാളിൽ ഞാൻ വന്നിടും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാര. നിഹാര, നിഹാര ഇല്ലേ അവിടെ? ഇന്ന് പക്ഷെ അവൾ ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കുകയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് പൂമ്പാറ്റയുടെ പാട്ട് വേറെ ഏതെങ്കിലും അറിയോ നിങ്ങക്ക്? ഇല്ല. ഒന്നും അറിയില്ല. വേറെ പൂമ്പാറ്റയുടെ പാട്ട് അറിയോ ആർക്കെങ്കിലും? ഇല്ലേ? പാറിപ്പാറി നടക്കുന്ന പൂമ്പാറ്റേ മാടി മാടി വിളിക്കുന്നു നിന്നെ ഞാൻ. കേട്ടിട്ടില്ല? ഇത്ര നല്ല ഭംഗിയുള്ള കുപ്പായം മോടിയോടെ തുന്നിത്തന്നതാരാണ്? ഒന്നും കേട്ടിട്ടേ നിങ്ങള്? വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ പൂമ്പാറ്റ പാട്ട്? ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? അറിയോ ഹനിയ? ഹനിയക്ക് ഒരു ഡൗട്ട് ഉണ്ടല്ലോ. ഏതോ ഒന്ന് അറിയാൻ തോന്നുന്നല്ലോ ഹനിയ. ഹനിയ പാടിക്കോ ഹനിയ. ഏതെങ്കിലും പൂമ്പാറ്റയുടെ പാട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നഴ്സറിന്നോ മറ്റോ? ആ, പഠിച്ചോ? പാടിക്കോ. അറിയില്ല? ആ, പാടിക്കോ നിഹാൽ. നിഹാലിനെ അറിയുന്ന പാടിക്കോ നിഹാൽ. ആ എങ്ങോട്ട് പോകുന്നു ചെല്ല കാറ്റേ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കം വിത്ത് മീ. പിന്നെ I don't know, I go far away. I don't know, I don't know. I don't know, I go far. വെരി ഗുഡ്, വെരി ഗുഡ് നിഹാൽ. എന്തോ നിഹാൽ നല്ലൊരു ബട്ടർഫ്ലൈയുടെ പാട്ട് പാടി. ഇനി ആർക്കറിയാ? എന്നാ മർവാൻ പാടിയേ. ആ, മർവാൻ പാടിയേ നോക്കട്ടെ. അറിയില്ല. പാടിക്കോ. പാട്ട് അറിയോ? പുള്ളിയുടുപ്പിട്ട് ഓടി നടക്കുന്നല്ലാതെ ഏതെങ്കിലും അറിയോ? പാറിപ്പാറി നടക്കുന്ന പൂമ്പാറ്റ. ഇല്ല അല്ലേ? ഓക്കെ, ആർക്കും അറിയില്ല. പാറിപ്പാറി നടക്കുന്ന പൂമ്പാറ്റേ മാടി മാടി വിളിക്കുന്നു നിന്നെ ഞാൻ. ഇത്ര നല്ല ഭംഗിയുള്ള കുപ്പായം മോടിയോടെ തുന്നിത്തന്നതാരാണ്? ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല? പോപ്പോ മൂളുന്ന വണ്ടി തരാം, കണ്ണു ചിമ്മി തുറക്കുന്ന പാവതരാം. കേട്ടിട്ടില്ല? ഒന്നും കേട്ടിട്ടില്ല പൂമ്പാറ്റയുടെ പാട്ട്? അമ്മയൊന്നും പാടുത്തുന്നില്ല ആർക്കും? ആ, പാടിയേ നോക്കട്ടെ. പൂവിലിറങ്ങും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അത് തന്നെ മിസ് ചോദിച്ചേ. നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലോ. പൂവിലുറങ്ങും പൂത്തുമ്പി. പൂവിലുറങ്ങും ചെറുതുമ്പി. കാലത്തെ നേരത്തെ കള്ളയുറക്കം കൊള്ളാമോ? ഇത് നമ്മൾ പഠിച്ചാന്ന് ഓർമ്മയില്ല അല്ലെ ആർക്കും?
ആ കള്ളയുറക്കം കൊള്ളാമോ പഠിച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ ഓർമ്മയുണ്ട് എല്ലാവർക്കും. ഇപ്പൊ ഹനിയക്കുട്ടിക്കേ അത് ഓർമ്മയില്ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ? അപ്പൊ പൂമ്പാറ്റയുടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്താ പഠിക്കാനുള്ളത് നോക്കിയേ. അടുത്ത എന്താ പഠിക്കാനുള്ളത് നമുക്ക്? അടുത്ത ഏത് റൈംസാ പഠിക്കാനുള്ളത്? ചക്ക. നിങ്ങൾ ചക്ക കണ്ടിട്ടുണ്ടോ? ചക്ക കാണാത്തവരുണ്ടോ ആരെങ്കിലും? ഞാൻ ചക്ക കണ്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കൈപൊക്കിയേ നോക്കട്ടെ. ചക്ക കാണാത്തവരുണ്ടോ? ആരെവിടെ സൗണ്ട് ഉണ്ടാക്കുന്നേ? ചക്ക കണ്ടിട്ടുണ്ടോ എല്ലാവരും? യെസ് ഓർ നോ? കണ്ടവരൊന്ന് കൈപൊക്കിയേ. ഓക്കെ. ജാക്ക് ഫ്രൂട്ട് അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഓക്കെ. ചക്കയെ കുറിച്ചാണ് നമുക്ക് ഒരു റൈംസ് പഠിക്കാനുള്ളത്. എന്താണ് നോക്കാം നമുക്ക്. എല്ലാരും മിസ്സിന്റെ കൂടെ ഉറക്കെ ചൊല്ലുവോ? എന്നാലേ പഠിക്കൂ അല്ലേ? പാടുന്ന അത്രയും ടൈം നിങ്ങളും പാടണേ. ഓക്കെ. പ്ലാവിൽ കായ്ക്കും പഴവീരൻ, പുറമേ തൊട്ടാൽ മുള്ളാണേ, അകമോ തൊട്ടാൽ ഒട്ടിപ്പോം, രുചിച്ചിടുമ്പോൾ അതിമധുരം, തിന്നാലും കൊതി തീരില്ല, പഴത്തിലേറ്റം വമ്പൻ ഞാൻ. എന്താ പറഞ്ഞേ? ചക്കപ്പഴത്തിനെ പറ്റി എന്താ പറഞ്ഞേ? എവിടെയാ ഉണ്ടാവുക ചക്ക? ഏത് മരത്തിലാ ഉണ്ടാവുക? ആർക്കറിയാം? നിഹാല് പറയുന്നുണ്ട് അല്ലേ? നിഹാലെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. പ്ലാവിലല്ലേ? പ്ലാവ് മരത്തിലാണ് ഉണ്ടാവുക ചക്ക അല്ലേ? അതാ പറഞ്ഞേ. പ്ലാവിൽ കായ്ക്കും പഴവീരൻ, അതാണ് ചക്ക അല്ലെ? പ്ലാവിൽ ഉണ്ടാവുന്നതാണ് ചക്ക. വെരി ഗുഡ് നിഹാൽ. ചിത്രം വരച്ചു കഴിഞ്ഞു നിഹാര അല്ലേ? ഓക്കെ. പ്ലാവിൽ കായ്ക്കും പഴവീരൻ. ഓള് പെയിന്റുകാരി ആവുന്നല്ലേ? ചിത്രകാരി ആവുന്നല്ലേ? പുറമേ തൊട്ടാൽ മുള്ളാണേ. എങ്ങനെയാ പഴത്തിന്റെ അല്ല ചക്കപ്പഴത്തിന്റെ പുറമേ എങ്ങനെയാ? എന്താ ഉണ്ടാവുക? മുള്ളു പോലെ ഉണ്ടാവൂ അല്ലേ? പിന്നെയോ അകമോ തൊട്ടാൽ ഒട്ടിപ്പോവും. ഒട്ടിപ്പോവാറുണ്ടോ? ചക്കയുടെ അകത്ത് തൊട്ടാൽ ഒട്ടിപ്പോവാറുണ്ടോ? എന്താണ് ഈ ഒട്ടിപ്പോന്ന് ഗായത്രി? എന്തുകൊണ്ടാ ഒട്ടിപ്പോന്നെ? അതിലെന്താ ഉണ്ടാവുക? കറ. അതിനെന്തോ ഒരു പേരുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുക എല്ലാരും? എന്താണ് മർവാൻ പറയുക അതിന്? ഒട്ടിപ്പോന്നൊരു സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളില്. അതിന്റെ പശ ഉണ്ടാവും അല്ലേ? പിന്നെ എന്താ പറയുക? അരക്ക്. ഓക്കെ. അരക്ക് എന്നും പറയാറുണ്ട് അല്ലേ? അരക്ക് അല്ലേ? ശരിക്കും നാടൻ ഭാഷയിൽ എന്താ വേറെയും പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അത് തന്നെ. അത് ഒട്ടിപ്പോവും. അതിൻ്റെ ഉള്ളിൽ കൈക്കൊക്കെ ഒട്ടിപ്പോവും. അതുകൊണ്ട് കുഞ്ഞുമക്കളെല്ലാം ചക്ക പോയിട്ട് വാരി എടുത്താൽ എങ്ങനെയാ? മൊത്തം ഒട്ടും അല്ലേ? അതാ പറഞ്ഞ പുറമേ തൊട്ടാൽ ഒട്ടിപ്പോവും, രുചിച്ചിടുമ്പോൾ അതിമധുരം. രുചിക്കുമ്പോഴെങ്ങനെയാ? മധുരം ഉണ്ടാവും അല്ലെ? നല്ല പഴുത്ത ചക്ക എങ്ങനെയാ? നല്ല മധുരമായിരിക്കും അല്ലേ? എങ്ങനെ? 2 തരം ചക്കയുണ്ട്. ഒന്നെങ്ങനെയാ? ഏതാ ചക്കപ്പഴം? ഏത്? കൂഴച്ചക്കയുണ്ട്, പിന്നെ ഏതാ? വരിക്കച്ചക്കയുണ്ട്. 2 ഉണ്ട് അല്ലേ? അപ്പൊ രുചിച്ചിടുമ്പോൾ അതിമധുരം. അതിമധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും അല്ലേ? തിന്നാലും കൊതി തീരില്ല. നിങ്ങൾക്ക് ഇഷ്ടാണോ? ഇഷ്ടമില്ലാത്ത മക്കളും ഉണ്ടാവും അല്ലേ? ചക്ക ഇഷ്ടാണോ? അതെ അല്ലേ? തിന്നാലും കൊതി തീരില്ല, പഴത്തിലേറ്റം വമ്പൻ ഞാൻ. ഏറ്റവും വമ്പൻ ആരാ പഴത്തില്? ചക്കപ്പഴമാണ് അല്ലേ? അപ്പൊ എന്താണ് ചക്കയെ കുറിച്ചുള്ള പാട്ട്? എങ്ങനെയാ? ഒന്ന് പാടിയേ എല്ലാവരും. പ്ലാവിൽ കായ്ക്കും പഴവീരൻ, പുറമേ തൊട്ടാൽ മുള്ളാണേ, അകമോ തൊട്ടാൽ ഒട്ടിപ്പോം,
രുചിച്ചിടുമ്പോൾ അതിമധുരം തിന്നാലും കൊതി തീരില്ല പഴത്തിലേറ്റം വമ്പൻ ഞാൻ. പഠിച്ചോ? ഒന്നുകൂടി പാടേ. ആ ഫസ്റ്റിലെ പ്ലാവിൽ കായ്ക്കും പഴവീരൻ. പാടിയേ എല്ലാവരും. പ്ലാവിൽ കായ്ക്കും പഴവീരൻ പുറമേ തൊട്ടാലൊട്ടി പുറമേ തൊട്ടാൽ മുള്ളാണേ. പുറമേ തൊട്ടാൽ മുള്ളാണേ. മിസ്സിന്റെ കൂടെ പാടാത്തവരുണ്ടല്ലോ അവിടെ ഇരിക്കുന്നേ അല്ലേ? അകമോ അകമോ എങ്ങനെയാ? അകമോ തൊട്ടാൽ ഒട്ടിപ്പോം. അകമോ തൊട്ടാൽ ഒട്ടിപ്പോം. രുചിച്ചിടുമ്പോൾ അതിമധുരം. പഠിയേ. രുചിച്ചിടുമ്പോൾ അതിമധുരം തിന്നാലും കൊതി തീരില്ല. തിന്നാലും കൊതി തീരില്ല പഴത്തിലേറ്റം വമ്പൻ ഞാൻ. അപ്പൊ 2 റൈംസ് നമ്മൾ ഇന്ന് പഠിച്ചു കേട്ടോ. 2 ഉണ്ടേ. ഒന്ന് പൂമ്പാറ്റയുടേതും മറ്റേത് ചക്കപ്പഴത്തിൻ്റെയും. അല്ലേ? പഠിച്ചോ എല്ലാവരും? പ്ലാവിൽ കായ്ക്കും പഴവീരൻ പുറമേ തൊട്ടാൽ മുള്ളാണേ. അകമോ തൊട്ടാൽ ഒട്ടിപ്പോം. രുചിച്ചിടുമ്പോൾ അതിമധുരം തിന്നാലും കൊതി തീരില്ല പഴത്തിലേറ്റം വമ്പൻ ഞാൻ. ആരാ പഠിച്ചേ? പഠിച്ചോ? പഠിച്ചിട്ടില്ല ആരും? ആര് പാടുന്നാരോ? ആരെങ്കിലും പാടുന്നോ ഇപ്പോ? ഗായത്രി പാടുന്ന? പാടി. അൺമ്യൂട്ട് ചെയ്തിട്ട് പാടും മോളെ. അൺമ്യൂട്ട് ചെയ്തേ. പ്ലാവിൻ കായ്ക്കും പഴവീരൻ പുറമേ തൊട്ടാൽ മുള്ളാണേ. പുറമേ തൊട്ടാൽ മുള്ളാണി. അകമോ തൊട്ടാൽ ഒട്ടിപ്പോ. അകമോ തൊട്ടാൽ ഒട്ടിപ്പോ. രുചിച്ചിടുമ്പോൾ അതിമധുരം. രുചിച്ചിടുമ്പോൾ അതിമധുരം തിന്നാലും കൊതി തീരില്ല. തിന്നാലും കൊതി തീരില്ല പഴത്തിലേറ്റം വമ്പൻ ഞാൻ. പഴത്തിലേറ്റം വമ്പൻ ഞാൻ. എന്നോട് പാടാൻ പറഞ്ഞായിരുന്നോ? വെരി ഗുഡ് ഗായത്രി, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരെങ്കിലും പാടുന്നോ? ഫനിയ, ഫാത്തിമ. ഓക്കെ, അപ്പൊ നമ്മൾ 2 റൈംസ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടി പാടാം കേട്ടോ. ഫനിയ പാടുന്നോ? അപ്പൊ ഇന്ന് നമുക്ക് ഏതാ എഴുതാനുള്ളത്? ഏതുവരെ പഠിച്ചു? സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചില്ലേ മക്കളെ? പഠിച്ചോ? യെസ് ഓർ നോ? സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലേ? പഠിച്ചോ എല്ലാ മക്കളും? ഒന്ന് എടുത്ത് എഴുതി നോക്കിയേ. ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് പെൻസിൽ. വേഗം, കുറച്ച് സമയം കൂടി ഉണ്ട് നമുക്ക് അല്ലേ? ഇന്ന് ഫസ്റ്റ് മുതൽ എഴുതാം. നമുക്ക് സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് അറിയോ നോക്കട്ടെ മക്കൾക്ക്. എഴുതാൻ കഴിയുന്നില്ലേ ജാനകിക്കൊന്നും? ഒന്ന് എഴുതി നോക്കിയേ. മിസ് കൂടാ. വേഗം. ആരാ ഫസ്റ്റ് ആവും നോക്കട്ടെ. ഞാനാണോ നിങ്ങളാണോ നോക്കട്ടെ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. നോക്കാം അല്ലേ? ഓക്കെ, മിസ്സിന് 2 ലെറ്റർ കഴിഞ്ഞുവേ. സ്പീഡാക്കണേ. നോക്കിയേ. നെക്സ്റ്റ് ഈ. അടുത്തത് ഉ. അടുത്തത് ഊ. ഈറ്. മറന്നുപോയോ എല്ലാരും? ഏ. ഐ. ഓ.
ഓ ഔ എഴുതിയിട്ട് എന്ത് എഴുതണം? അനുസ്വാരിടണം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എഴുതിയിട്ട് എന്തിടണം? വിസർഗം അല്ലേ? കുഞ്ഞ് 2 പൂജ്യം ഇടണം. ഓക്കെ, മിസ്സിന് ഫിനിഷായി. എത്ര പേര് ഫിനിഷായി നോക്കട്ടെ? കാണിച്ചേ എല്ലാവരും. ആരൊക്കെ എഴുതി കഴിഞ്ഞു? കഴിഞ്ഞില്ല. റിഷാൻ എഴുതിയോ? റിഷാനെ, സയാൻ, നെക്സ്റ്റ്. കുറെ പേർക്ക് കഴിഞ്ഞില്ല അല്ലേ? ഓക്കെ. ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഒ ഓ ഔ ആ. ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ അല്ലേ? എല്ലാവരും മറന്നുപോകാതെ എഴുതി പഠിക്കണം കേട്ടോ. മുഴുവനും എഴുതി പഠിക്കണം. ഇത്ര എഴുതി കഴിഞ്ഞില്ലേ? നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ മക്കളെ? ഗായത്രി ഫിനിഷ് ആയതല്ലേ? അല്ലേ? ഇല്ല. എത്ര വരെ എത്തി? മിസ് പഠിപ്പിച്ച് ഫിനിഷ് ആക്കിയില്ലേ ഹാനിയ ഫാത്തിമ? ഇല്ല. ഏതുവരെ എത്തി? ഓ വെരി ഗുഡ്. ഓ ഓ ഔ ആ. അക്ഷരങ്ങൾ നല്ലതുപോലെ എഴുതി പഠിക്കണേ മക്കള്. അതുപോലെ നമ്മുടെ അക്ഷരദീപം ബുക്കിലും എഴുതണേ. ഹോംവർക്ക് എഴുതണം കേട്ടോ. ലാസ്റ്റ് നമ്മളെ LKGയിലത്തെ അക്ഷരദീപം ബുക്കിൽ ഈ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിക്കാനുള്ളത്. അപ്പൊ ആ അക്ഷരദീപം ബുക്കിൽ നിങ്ങൾ എഴുതണം കേട്ടോ. UKGയിലത് എടുക്കാനായിട്ടില്ല അക്ഷരദീപം. LKGയിലത് കംപ്ലീറ്റ് എഴുതുക. മർവാൻ വേഗം എഴുതിയേ. മർവാൻ എഴുതിയോ എല്ലാവരും? ഓക്കെ ഹനിയ ഫാത്തിമ, വെരി ഗുഡ്. പഠിച്ചോ എല്ലാവരും? ഇനി ഈ അക്ഷരങ്ങൾ പഠിക്കാം. ഹർഷാൽ വെരി ഗുഡ്. മാനവ് ഷൈജു വെരി ഗുഡ്. സൂപ്പറായി എഴുതിയിട്ടുണ്ട്. കോപ്പി ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഹർഷാൽ എഴുതി. എല്ലാവരും പഠിക്കണേ അക്ഷരങ്ങള് ട്ടോ. അഹമ്മദ് ഷെസിന് എവിടം വരെ പഠിച്ചു മോനെ? നമ്മളിത് കംപ്ലീറ്റ് കഴിഞ്ഞു. മോനെ ഏത് അക്ഷരം വരെ പഠിച്ചു? ഷെസിനെ അക്ഷരങ്ങളൊന്നും അറിയില്ല, ഞാൻ ഇപ്പൊ വരുന്നതേ ഇല്ല. ഓക്കെ, നമ്മൾ ആദ്യം അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് പഠിച്ചത്. അതിനുശേഷമാണ് സ്വരാക്ഷരങ്ങൾ പഠിച്ചത്. ഇപ്പോ നമ്മുടെ അക്ഷരദീപം ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ബുക്ക് വാങ്ങിയോ മോൻ? ബുക്ക് കിട്ടി. അതെ അല്ലെ? അക്ഷരദീപം ബുക്കിലുണ്ട്. ഓരോ റായും രായും തായും ഒക്കെ ഉണ്ട്. അതിനുശേഷം ചില്ലക്ഷരങ്ങൾ പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചത്. ഓക്കെ, ആ ഒരു ഓർഡറിൽ തന്നെ പഠിപ്പിച്ച വേഗം പഠിക്കാൻ പറ്റും മക്കൾക്ക്. സയാൻ വെരി ഗുഡ്. സയാൻ ഓക്കെ, നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കർസീവ് ബുക്കിൽ എഴുതണം കേട്ടോ. അക്ഷരദീപം ബുക്കില്. ഫാത്തിമ വെരി ഗുഡ്. 2 ലൈൻ 2 ലൈൻ ബുക്കിൽ എഴുതുമ്പോൾ 2 ലൈനിൽ ടച്ച് ചെയ്തിട്ട് തന്നെ എഴുതണേ, കുറച്ച് വലിപ്പത്തില്. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായേ. ഓക്കെ, മിസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ബൈ, സി യു. ബൈ. ഓക്കെ, ബൈ, സി യു. ബൈ.